ഹായ് ഓൾ, നമുക്കൊരു കുട്ടി മന്തി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, നമ്മുടെ ബ്ലാക്ക് പെപ്പർ, പിന്നെ നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം, മിൻറ്റ് ലീവ്സ്, കുറച്ച് മല്ലിയില, നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. നമുക്കൊരു കൈപ്പിടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്സ്. നാട്ടിൽ കിട്ടുന്ന മാഗി ക്യൂബ്സിന് ഉപ്പ് ഇച്ചിരി കൂടുതലാവും, സോ അത് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ചില്ലി പൗഡർ, പിന്നെ ഒരു ഫ്ലേവറിന് ഇച്ചിരി ഗരം മസാല, ഒത്തിരി ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു തുള്ളി. പിന്നെ ഞാൻ കുറച്ച് നമ്മളിവിടെ പൊടിച്ച് മുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് വയ്ക്കാം. 20-30 മിനിറ്റ്സ് വയ്ക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാനിൽ ചൂടാക്കി എണ്ണ നല്ലപോലെ ഒഴിക്കണം. എണ്ണ ചൂടാക്കിയിട്ട് ചിക്കൻ എല്ലാം ലെയർ ചെയ്ത് വെക്കുക, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് മറിച്ചിട്ട് കൊടുക്കുക. അത് ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ബസ്മതി റൈസ് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്നു ഒരു 20 മിനിറ്റ്സ്, ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സമയത്തിൽ. അപ്പം ആ ചിക്കൻ ഇപ്പം ഈ അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞ സമയം കൊണ്ട് ഞാനിപ്പം ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാടമം, ഗ്രാമ്പൂ, സിനമൺ എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ റൈസ് വേവിച്ചു. അതുപോലെ മാഗി ക്യൂബ്സ് റൈസിൽ ഇട്ടു ഫ്ലേവർ വരാനായിട്ട്. എന്നിട്ട് റൈസ് ഒരു നമ്മൾ കൈ പൊട്ടുന്ന പരുവത്തിലായി കഴിയുമ്പം, അതായത് ഒരു 80% റൈസ് ആയി കഴിയുമ്പം നമുക്കത് ഈ ചിക്കൻ്റെ മുകളിലോട്ട് മൊത്തം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാഫ്രോൺ മിൽക്ക് ഒരു തുള്ളി മുകളിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മുളകും ഇങ്ങനെ നമ്മൾ വെച്ചു. ഇത് മന്തി ആയതുകൊണ്ട് തന്നെ ചാർക്കോൾ നമുക്ക് ഇവിടെ കുഴിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചാർക്കോൾ വെച്ച് ഒരു തുള്ളി എണ്ണ അതിൻ്റെ പുറത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടി അടപ്പ് വെച്ച്, പിന്നെ വെയിറ്റിന് വേണ്ടിയിട്ട് ഞാനത് മണ്ടയിൽ വെച്ച് കൊടുത്തു. അപ്പം നല്ലപോലെ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ നമ്മുടെ മന്തി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം, ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മുളകിന് നല്ല എരിവുള്ള മുളകാണ്. ഇനി മന്തിക്ക് അങ്ങനെ അധികം എരിവ് ഇല്ലല്ലോ, അപ്പം എരിവ് വേണം എന്നുള്ളവർക്ക് ആ എരിവ് ഇത് ചെയ്യാം. യൂഷ്വലി നമ്മളെല്ലാവരും ഇത് റൈസ് എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് എടുക്കാറ്. എന്തായാലും മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.